ഇറാൻ്റെ ചില സ്റ്റേറ്റ് ടി വി ഒരു വീഡിയോ പുറത്തോട്ട് റിലീസ് ചെയ്തിട്ടുണ്ട്. അതിൽ സയ്യിദ് മുസ്തഫ കാംനയുടെ ഒരു വീഡിയോ ക്ലിപ്പുകൾ പുറത്തോട്ട് വരുന്നുണ്ട്. چه در این حلقه می‌گذرد که این چنین مشتاقان را به خود جذب کرده است؟ شاید نبود جمود و مواظبت از نوآوری‌های نامنضبط است. شاید حریت علمی میان سبک استدلالی حوزه എല്ലാവർക്കും ചെറിയ പെരുന്നാൾ ആശംസകൾ പറഞ്ഞിട്ട് തന്നെ ഈ വീഡിയോ തുടങ്ങാം. കാരണം നമുക്കും ബാക്കി പലർക്കും ചെറിയ പെരുന്നാൾ ഉണ്ടെങ്കിലും ഇതില്ലാത്ത കുറേ ആളുകളുണ്ട് പല സ്ഥലങ്ങളിലായിട്ട്. ഇപ്പം ഇറാനിലെടുത്തു കഴിഞ്ഞാൽ അവിടെ യുദ്ധമാണ്. അതുപോലെ തന്നെ ഗസ, പലസ്തീൻ, ഇപ്പോൾ പാകിസ്ഥാൻ്റെ എടുത്തു കഴിഞ്ഞാൽ, അഫ്ഗാനിസ്ഥാനിൽ എടുത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പല സ്ഥലങ്ങളിലും ദുരിതങ്ങളും മാത്രമാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സ്ഥലത്തുള്ള ആളുകളൊക്കെ പെരുന്നാൾ ആഘോഷിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷേ എന്നാലും ഇന്നലെ ഇസ്രായേലിനും അതുപോലെ തന്നെ ഗൾഫ് കൺട്രീസിലും അല്ലെങ്കിൽ അറബ് പല മേഖലകളിലും അവർ ഇന്നലെ രാത്രി തന്നെ പെരുന്നാൾ ആഘോഷിച്ചു തുടങ്ങിയിട്ടുണ്ട്. കാരണം ആ രീതിയിലായിരുന്നു ഇന്നലെ രാത്രി ഇറാൻ്റെ സൈഡിൽ നിന്നുള്ള ആക്രമണങ്ങൾ. ഒരു രക്ഷയില്ലാത്ത വെടിപൊട്ടിക്കലും അല്ലെങ്കിൽ പടക്കം പൊട്ടിക്കലും അതുപോലെ തന്നെ സൈനികരെ പൊട്ടിക്കലും പിടിക്കലും കൂട്ടത്തിൽ F-35 പോലത്തെ വിമാനങ്ങൾ പൊട്ടിക്കലും ഇനി 4-5 ടാങ്കറുകൾ, അതായത് ഇസ്രായേലിൻ്റെ ടാങ്കുകൾ വരെ പൊട്ടിച്ച ഒരു പെരുന്നാൾ തലേന്നായിരുന്നു ഇന്നലെ പശ്ചിമേഷ്യയിലെ പെരുന്നാളിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ. നമുക്ക് അതിലേക്ക് കിടക്കാം. അതിൻ്റെ മുമ്പായിട്ട് ഇറാൻ്റെ ചില സ്റ്റേറ്റ് ടി വി ഒരു വീഡിയോ പുറത്തോട്ട് റിലീസ് ചെയ്തിട്ടുണ്ട്. അതിൽ സയ്യിദ് മുസ്തഫ കാംനയുടെ ഒരു വീഡിയോ ക്ലിപ്പുകൾ പുറത്തോട്ട് വരുന്നുണ്ട്. പക്ഷേ പല ആളുകളും പറയുന്നത് ഇത് പഴയ വീഡിയോ ആണ്. ആളിപ്പം ആളുടെ കുറേ ആളുകളുണ്ടല്ലോ, അപ്പോൾ ഈ ഒരു സ്ഥാനം, അതായത് പരമോന്നത സ്ഥാനം കിട്ടിയതിന് ശേഷം ആളുടെ വീഡിയോസും അല്ലെങ്കിൽ ആളുടെ ഡീറ്റെയിൽസൊന്നും പുറത്തോട്ട് വരാത്തത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള പഴയ ഒരു വീഡിയോ പുറത്തോട്ട് വിട്ടത് എന്നുള്ളത്. ഏതാണ് ഈ ഒരു വീഡിയോ, ഇത് പഴയ ആർക്കൈവിലുള്ള വീഡിയോ എന്നാണ് പറയുന്നത്. ഏതാണെങ്കിലും കുറേ ആൾക്കാർക്ക് ഒരു ആശ്വാസം കൊടുക്കാനും അതല്ലെങ്കിൽ ആൾ ഇപ്പം പരിക്കുകളോടെയാണ് തന്നെ, ഇനിയിപ്പം ചികിത്സയിലാണെങ്കിൽ തന്നെ റഷ്യയിലാണെന്ന് പറയുന്നുണ്ട്. പുടിനാണ് ആളെ അങ്ങോട്ട് മാറ്റിയിട്ടുള്ളത്. കാരണം ചികിത്സ കൊടുക്കാൻ ഇപ്പം റഷ്യ മാത്രമേ ഉള്ളൂ, ഒരലയായിട്ടുള്ള ആളുകൾ എന്നുള്ളത് കൊണ്ടാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ ഇടക്കാണ് ഈ ഒരു വീഡിയോ വന്നത്. ജസ്റ്റ് കണ്ടപ്പം ഒന്ന് ഔട്ട് ചെയ്യാം, നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു, അത്രയേ ഉള്ളൂ. ഇനി ഇന്നലത്തെ ചില അപ്ഡേറ്റുകളെ പറ്റി പറയുകയാണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാവരും കേട്ട് കാണും. പിന്നെ പെരുന്നാളും പല കാര്യങ്ങളായിട്ട് വീഡിയോ ചെയ്യാനൊന്നും പറ്റിയില്ല. അതുപോലെ ഇപ്പം നാട്ടിലുള്ളത് കൊണ്ട് തന്നെ ഇപ്പോഴാണ് ഒരു ടൈം കിട്ടിയതൊരു വീഡിയോ ചെയ്യാൻ. ഇറാൻ്റെ രഹസ്യാന്വേഷണ വിഭാഗം 97ഓളം മൊസാദ് ഇസ്രായേലി ഏജൻറ്റുമാരെയാണ് അവിടുന്ന് പിടിച്ചിട്ടുള്ളത്. ടെഹ്റാൻ എന്നാണ് ഏറ്റവും കൂടുതൽ. ടെഹ്റാൻ എന്നല്ല, വേറെ അതിൻ്റെ ഒരു കണക്ക് പറയുകയാണെങ്കിൽ 26 രാജ്യത്തിൻ്റെ 26 പ്രവിശ്യകളിൽ നിന്നായിട്ട് വൻതോതിലുള്ള പരിശോധന നടത്തിയിരുന്നത്. കാരണം ഒരുപാട് നേതാക്കൾ ഇവരിതിങ്ങനെ കൊല്ലപ്പെടുമ്പം ഇത്രയും ഡീറ്റെയിൽസ് എങ്ങനെ ലീക്കായി പോകുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു കംപ്ലീറ്റിലൊരു തെരച്ചിലാണ് നടന്നത്. 97ഓളം ആളുകളാണ് ഇസ്രായേലി ഏജൻറ്റുമാരെയാണ് പിടികൂടിയത്. വിദേശ മാധ്യമങ്ങൾക്ക് വിവരം ചോർത്തി കൊടുക്കുക, അല്ലെങ്കിൽ ഈ പ്രവിശ്യയിൽ നിന്നുള്ള 41 പേർ, അതായത് അൽബോട്ട്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രവിശ്യയിൽ 41 പേരെ മാത്രമാണ് അറസ്റ്റ് ചെയ്തത്. ഇവരെ അറസ്റ്റ് ചെയ്യാനുള്ള മെയിൻ കാരണം വിദേശ മാധ്യമങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇറാനിൽ നടക്കുന്ന കാര്യങ്ങൾ ചോർത്തി കൊടുക്കുന്നത് ഇവരാണെന്നാണ് പറയുന്നത്. ഇനി സൈനിക രഹസ്യങ്ങൾ ചോർത്തി കൊടുത്ത് 33 പേരെയും കൂടെയാണ് IRGC അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഒരു രാത്രി മാത്രം നടത്തിയ പരിശോധന എന്നാണ് ഇത്രയും പേര് 111 പേര് അറസ്റ്റിലായത് മൊത്തത്തിൽ അവിടെ. ഇതിൽ സൈനിക ആസ്ഥാനങ്ങൾ, സൈനിക ഉപകരണങ്ങൾ, അതുപോലെ തന്നെ സൈനിക വിന്യാസം തുടങ്ങിയ അതീവ രഹസ്യ സ്വഭാവമുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് ഇവർ ഈ സ്ഥലത്തോട്ട് ചോർത്തി കൊടുക്കുന്നുണ്ട്. ഇവരുടെ കയ്യിൽ പലതരത്തിലുള്ള ഇൻ്റർനെറ്റ് കണക്ഷൻ അല്ലെങ്കിൽ ഒരുപാട് ഇൻസ്ട്രുമെൻറ്റ്സ്, ഉപകരണങ്ങൾ, തോക്കുകൾ, ബുള്ളറ്റുകളൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പം ഇവർക്ക് ഏറ്റവും ചുരുങ്ങിയത് കൊടുക്കാൻ പോകുന്നത് വധശിക്ഷയാണ്. അതിലും ചെറുതായിട്ടൊന്നും ഏതായാലും മൊസാദ് ഏജൻറ്റുമാർക്ക് ഇറാൻ കൊടുക്കാൻ പോകുന്നില്ല. ഇവരുടെ ഖുറേഷ് കിവാനി എന്നയാളെ ഇറാൻ കഴിഞ്ഞ ദിവസം വധശിക്ഷയ്ക്ക് വിധിച്ചത് നമ്മൾ കണ്ടിരുന്നു. കഴിഞ്ഞ ദിവസം ഒരു സ്വീഡനിൽ നിന്ന് ഒരാളെ മൊസാദ് റിക്രൂട്ട് ചെയ്ത് ഇറാനിൽ കൊണ്ടു നിർത്തി. ഇറാനിൽ മൊസാദിൻ്റെ പരിപാടികൾ കാണിച്ച ഒരാളെ കഴിഞ്ഞ ദിവസം വധശിക്ഷ വിധിച്ചതിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെ പുറത്തോട്ട് വന്നിരുന്നു. അപ്പോൾ അക്കൂട്ടത്തിൽ തന്നെ ഇത്തരത്തിലുള്ള ആൾക്കാരും കൂടെ അതിലോട്ട് പെടുത്തും എന്നാണ് ഇപ്പോൾ ഇറാൻ്റെ IRGC പുറത്തോട്ട് വിട്ടിട്ടുള്ളത്. ഇനി ഇത് ഇപ്പം നിങ്ങൾ ചിന്തിച്ചാൽ മതി, ഇപ്പോൾ എത്രയും പെട്ടെന്ന് അവിടുന്ന് ഇത്രയൊക്കെ നമ്മൾ നോക്കിയിട്ടും നിങ്ങൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളെ കൊണ്ട് ഇറാൻ്റെ അകത്തോട്ട് അമേരിക്കയും അല്ലെങ്കിൽ അമേരിക്കയുടെ CIA-യും മൊസാദും കൂടെ കുത്തി നിറച്ചിട്ടുള്ള ഏജൻറ്റുമാരെ നിങ്ങൾ നോക്കണം. ഇത്രയും ഏജൻറ്റുമാരെ വെച്ചിട്ടാണ് ഈ രാജ്യത്തിൻ്റെ അകത്ത് ഇവന്മാർ ഇത്ര ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ട്രൈ ചെയ്യുന്നതും അതുപോലെ നേതാക്കന്മാരുടെ സ്ഥലങ്ങളൊക്കെ ട്രേസ് ചെയ്ത് വെച്ചിട്ടുള്ളതൊക്കെ. പക്ഷേ ഇപ്പോഴും കാരണം ഈ നേതാക്കന്മാർ ആരും ഇതുവരെ ബങ്കറിൽ എവിടെയും പോയി ഒളിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവരെ നേരിട്ട് ആക്രമിക്കാൻ ഇവരെ ആക്സസ് ആയിരുന്നു പല സ്ഥലങ്ങളിലും. ഇപ്പം ആയത്തുള്ള അലി ഖാംനി വരെ ആക്സസ് ആയിരുന്നു. ആക്സസ് പോയിൻറ്റിൻ്റെ അടുത്തുള്ളത് കൊണ്ടാണ് അവർക്ക് പിടിക്കാൻ പറ്റിയത്. പക്ഷേ ആർക്കും പിടിക്കാൻ പറ്റാത്തത് ഇറാൻ്റെ മിസൈൽ ശേഖരങ്ങളാണ്. അപ്പോൾ അമേരിക്ക ഓരോ ദിവസവും ട്രംപ് വന്ന് പറയും ഞങ്ങളിതാ 100% അവരുടെ മിസൈലുകൾ ഇല്ലാണ്ടാക്കി. ആ പറഞ്ഞ അടുത്ത മിനിറ്റിലായിരിക്കും ഒരു 100 മിസൈലുകൾ ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ പോയി വീഴുന്നു. അങ്ങനെ ഇപ്പം ഇന്ന് ഈ സമയം വരെ
ഇറാൻ്റെ മിസൈലുകൾ വിട്ടുകൊണ്ടേയിരിക്കുകയാണ്. ചില സ്ഥലങ്ങളൊക്കെ പൊളിച്ച് കാണും, എങ്കിലും ഇറാൻ്റെ ആ ഒരു മിസൈൽ ശേഖരം ഇതുവരെ ഈ പറഞ്ഞ ഒരു ഗ്രൂപ്പിനും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല എന്ന് സത്യം. പക്ഷേ ഇപ്പോൾ 97 പേരെ 111 പേരെ മൊത്തം അറസ്റ്റ് ചെയ്തു എന്നുള്ള കണക്കാണ് വരുന്നത്. ഇവർക്കൊക്കെ ഉള്ള തക്കതായിട്ടുള്ള ശിക്ഷ IRGC കൊടുക്കുകയും ചെയ്യും. ചുരുങ്ങിയത് മരണത്തിൽ ചെറിയായിട്ടുള്ള ഒരു ശിക്ഷ ഈ പറഞ്ഞ ആൾക്കാർക്ക് കൊടുക്കുമെന്ന് തോന്നുന്നില്ല. ഇതേ സ്ഥാനത്ത് ഇന്നലെ ഉണ്ടായിട്ടുള്ള മറ്റൊരു കാര്യങ്ങൾ നമുക്കറിയാം, ഹിസ്ബുള്ളയുടെ സൈഡിൽ നിന്നായിരുന്നു. ഹിസ്ബുള്ളയുടെ സൈഡിൽ നിന്നുള്ള ലെബനൻ്റെ അദൈസ പട്ടണത്തിൽ വെച്ച് ഇസ്രായേലിൻ്റെ 6 മെർക്കാവ ടാങ്കറുകളാണ് ഹിസ്ബുള്ള തീർത്ത് കളഞ്ഞത്. അതായത് ഇസ്രായേലി സേന നമുക്കറിയാം ഈ ഇവിടേക്ക് ഹിസ്ബുള്ളനെ തകർക്കണം എന്നും പറഞ്ഞിട്ട് ലെബനോനിൽ കടന്ന് അവിടെ ഏകദേശം 1000-ഓളം ആൾക്കാരെ കൊന്നു കളഞ്ഞിട്ടുണ്ട്, മിസൈൽ സ്ട്രൈക്കിലൂടെ, അതല്ലാണ്ട് ഫൈറ്റർ സ്ട്രൈക്കിലൂടെ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അങ്ങോട്ട് കയറിയിട്ടുള്ള ടാങ്കറുകളിൽ 6 ടാങ്കറുകളോളം മൊത്തം ഹിസ്ബുള്ളയുടെ സേന തീർത്ത് കളഞ്ഞിട്ടുണ്ട്. അത് ഗൈഡഡ് മിസൈലുകളും റോക്കറ്റുകളും ഉപയോഗിച്ചിട്ടായിരുന്നു ഈ ആക്രമണം. ശക്തമായ ആക്രമണത്തിനെ തുടർന്ന് ഇസ്രായേലിൻ്റെ സൈന്യം കംപ്ലീറ്റ്ലി ആ പ്രദേശത്ത് നിന്ന് പിൻവാങ്ങേണ്ടി വന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തോട്ട് വരുന്നുണ്ട്. അവിടെ ഹെലികോപ്റ്ററുകൾ മറ്റ് പലതും സഹായത്തിന് എത്തിയെങ്കിലും ഹിസ്ബുള്ളയുടെ ആക്രമണം തടുത്തു നിൽക്കാൻ ഇസ്രായേലി സേനയ്ക്ക് പറ്റിയിട്ടില്ല. അവരാണ് ഇറാനിൽ യുദ്ധം ചെയ്യാൻ പോകുന്നത്, ഇത് ഗ്രൗണ്ട് യുദ്ധം. ഇറാൻ്റെ സേനൻ്റെ മുമ്പിലൊക്കെ പെട്ട് കഴിഞ്ഞാൽ ഇസ്രായേലികളും അല്ലെങ്കിൽ അമേരിക്കക്കാരും ഒക്കെ ചെതറി തെറിച്ചു പോകുന്നുള്ള കാര്യം വളരെ സത്യമാണ്. ഇനി ഓപ്പറേഷൻ ഖൈബർ 1 എന്നാണ് ഇസ്രായേലിൻ്റെ ഉൾപ്രദേശങ്ങളിലേക്ക് ആക്രമണം വ്യാപിക്കുന്നതിനായിട്ട് ഹിസ്ബുള്ള ഇപ്പം പുതുതായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള പേരാണ് ഓപ്പറേഷൻ ഖൈബർ 1 എന്ന് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ വടക്കൻ ഇസ്രായേലിലെ കിത്രത്ത് ഷമോണ എന്ന് പറഞ്ഞിട്ടുള്ള ജനവാസ കേന്ദ്രങ്ങളിലേക്കും സൈനിക താവളങ്ങളുടെയും ഭാഗങ്ങളൊക്കെ ഇപ്പം ഹിസ്ബുള്ള ലക്ഷ്യം വെച്ചിട്ടുണ്ട്. കണക്ക് പ്രകാരം ഏകദേശം മാർച്ച് 2 മുതൽ ഇപ്പോൾ ഇത്രയും ദിവസം വരെ ലെബനനിൽ ഇതുവരെ 912ഓളം പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതിൽ 113 കുട്ടികളാണ്. കൂടാതെ എത്രയോ ലക്ഷത്തിലധികം ആളുകൾക്ക് വീട് നഷ്ടമായി. ഒരുപാട് പേര് ഇപ്പം ലെബൻ വിട്ട് പുറത്തോട്ട് പോയതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഇനി മറ്റ് ഒരു പ്രധാന വിഷയം പറയാനുള്ള, ഇന്നലെ F-35 ഇറാൻ്റെ IRGC വെടിവെച്ചിട്ടതാണ്. അമേരിക്ക സമ്മതിച്ച് തന്നിട്ടില്ല. അമേരിക്ക പറയുന്നത് ഇപ്പോഴും ഇറാൻ്റെ മിസൈൽ അല്ലെങ്കിൽ ഇറാൻ്റെ ഡ്രോൺ F-35 കൊണ്ടപ്പോഴേക്കും ഞങ്ങൾ പെട്ടെന്ന് ലാൻഡ് ചെയ്തു, സേഫ് ആക്കിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ലാൻഡിങ് നടന്നിട്ടുണ്ട് അല്ലെങ്കിൽ ക്രാഷ് ആണോ എന്നുള്ളത് പുറത്തോട്ട് വിടില്ല. കാരണം 10 കോടി USD വരുന്ന ഏകദേശം 1000 കോടിയുടെ അടുത്ത് രൂപ വരുന്ന ഒരു F-35 വിൽക്കുക എന്ന് പറഞ്ഞാൽ അത് ട്രംപിൻ്റെ മുഖത്തടിച്ച അടി പോലെ തന്നെയാണെങ്കിൽ ഇസ്രായേലിനെ കൊണ്ട് ഏറ്റവും വലിയൊരു ഇത് തന്നെയാണ് ഇറാൻ ഇത് ചെയ്തെങ്കിൽ. അപ്പോൾ അതിൻ്റെ കൺഫർമേഷൻ വന്നിട്ടുണ്ട്. അതെ, ഞങ്ങൾക്ക് അടി കിട്ടിയിട്ടുണ്ട്, പക്ഷേ ഞങ്ങൾ അപ്പോഴേക്കും എങ്ങനെയൊക്കെ സേഫ് ലാൻഡിങ് ചെയ്തിട്ട് രക്ഷപ്പെട്ടിട്ടുണ്ട് എന്നുള്ള സ്ഥിരം പറയുന്ന ഒരു ഡയലോഗ് അമേരിക്കയുടെ സൈഡിൽ നിന്ന് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ഗ്രൂപ്പ് ഡീറ്റെയിൽസിനെ പറ്റി പറയുകയാണെങ്കിൽ ഏകദേശം 2:50 പുലർച്ചെ ഇന്നലെയാണ് ഈ മധ്യ ഇറാനിൽ വെച്ചിട്ടാണ് ഇത്തരത്തിലുള്ളൊരു വ്യോമ പ്രതിരോധ സംവിധാനങ്ങളിൽ പെട്ടുപോയിട്ട് അമേരിക്കയുടെ F-35 വിമാനത്തിന് വെടികൊണ്ടിട്ടുള്ളത്. വീഡിയോ സഹിതമാണ് വന്നിട്ടുള്ളത്. ഒരു ഇൻഫ്രാറെഡ് ട്രാക്കിംഗ് സിസ്റ്റം വിമാനത്തെ പിന്തുടരുകയും മിസൈൽ വന്ന് ഇടിക്കുകയുമായിട്ടാണ് ഈ ദൃശ്യങ്ങൾ പുറത്തോട്ട് വന്നിട്ടുള്ളത്. ഈ വീഡിയോ യഥാർത്ഥമാണെന്നും കൂടെ IRGC അതുപോലെ തന്നെ അമേരിക്കൻ സെൻട്രൽ കമാൻഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. പക്ഷേ F-35 വിമാനം മിഡിൽ ഈസ്റ്റിലെ ഒരു ബേസിൽ അടിയന്തരമായിട്ട് ഞങ്ങൾ ലാൻഡ് ചെയ്തിട്ടുണ്ട്. അതിലുണ്ടായിരുന്ന കമാൻഡോ അല്ലെങ്കിൽ അതിലെ പൈലറ്റിൻ്റെ സ്ഥിതി കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾ രക്ഷപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് സെൻട്രൽ കമാൻഡ് ഇപ്പം പുറത്തോട്ട് വിട്ടിട്ടുള്ള റിപ്പോർട്ടുകൾ. സാങ്കേതിക കാരണങ്ങൾ മാത്രമാണ് ഈ പ്രശ്നങ്ങളുള്ളതെന്നും കൂടെ അമേരിക്കയുടെ സെൻട്രൽ ഡിപ്പാർട്ട്മെൻറ്റ് പുറത്തോട്ട് വിട്ടിട്ടുണ്ട്. പക്ഷേ സാധാരണ റഡാറുകളിലൊന്നും പെടാത്തൊരു സാധനമാണ് ഈ F-35. എന്നാൽ റഡാർ സിഗ്നലുകൾ പുറപ്പെടുവിക്കാത്ത പാസീവ് ഇൻഫ്രാറെഡ് ഗൈഡഡ് സിസ്റ്റം ഉപയോഗിച്ചിട്ടാണ് ഇറാൻ ഈ വിമാനത്തെ കണ്ടെത്തിയതും ആക്രമിച്ചതും എന്നാണ് വിദഗ്ധർ പറയുന്നത്. റഡാറുകളിൽ കണ്ണുപ്പെടില്ല, പക്ഷേ റഡാർ സിഗ്നൽ പോലും പുറപ്പെടുവിക്കാത്ത രീതിയിലുള്ള ഗൈഡഡ് സിസ്റ്റം, ഇൻഫ്രാറെഡ് ഗൈഡഡ് സിസ്റ്റം ഇറാൻ്റെ കയ്യിലുണ്ട്. അത് വെച്ചിട്ടാണ് ഇങ്ങനെ ഒരു വിമാനത്തിന് ഈ പണി കൊടുത്തത് എന്നാണ് പല വിദഗ്ധരും ഇപ്പം പറഞ്ഞിട്ടുള്ളത്. ഏതാണെങ്കിലും ഈ സംഭവത്തോടു കൂടി ഏകദേശം അമേരിക്കയുടെ ഇത്തരത്തിലുള്ളതിന് മുമ്പും ഒരു വിമാനം തകർന്നു എന്ന് പറഞ്ഞാൽ അതും അമേരിക്ക നിഷേധിച്ചു. F-15 പോലത്തെ 6ഓളം വിമാനങ്ങൾ തകർത്തു എന്ന് പറയുന്നത് സ്വയം വെടിവെച്ചിട്ടതാണെന്നാണ് അമേരിക്ക പറയുന്നത്. അങ്ങനെ ഒരു കാര്യങ്ങളും ഇതിൻ്റെ ഇടയിൽ കൂടി നടക്കുന്നുണ്ട്. ഇനി അതല്ലാണ്ട് ഇപ്പം 66ാമത്തെ വേവ് ഓഫ് തരംഗം മിസൈലുകളാണ് ഇറാൻ വിട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൽ പുതുതായിട്ട് അവർ പുറത്തോട്ട് എടുത്തിട്ടുള്ള മിസൈലിൻ്റെ പേരുകൾ പറയുന്നുണ്ട്. അതായത് ട്രൂ പ്രോമിസ് 4ൻ്റെ ഭാഗമായിട്ട് 66ാമത്തെ വേവിൻ്റെ ഭാഗമായിട്ട് നസ്രല്ല എന്ന് പേരിട്ടുള്ള അത്യാധുനിക ബാലിസ്റ്റിക് മിസൈലാണ് ഇപ്പോൾ പുതുതായിട്ട് ഇറാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഖൈബർ വന്നു, കൊറംഷെയർ വന്നു, ഫത്തഹ് വന്നു, അങ്ങനെ ഓരോന്ന് വന്നു. ഇപ്പം നസ്രുള്ള എന്ന് പേരിട്ടുള്ള പുതിയൊരു മിസൈലാണ് പുറത്തോട്ട് വന്നിട്ടുള്ളത്. ഈ മിസൈൽ വെച്ചിട്ടാണ് ഹൈഫയിലുള്ള ഓയിൽ റിഫൈനറി ഇന്നലെ തന്നെ പൊളിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പം ഇതൊക്കെ അതും 65ാമത്തെ വേവിലാണ്. അതും ഈ മിസൈൽ വെച്ചിട്ടാണെന്നാണ് പറയുന്നത്. അപ്പം ആ ഓയിൽ റിഫൈനറികൾ ഏകദേശം പൊളിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ അഷ്ദോഷിലെ വ്യവസായ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടിട്ടാണ് അടുത്ത ഇപ്പം പോയ സെറ്റ് ഓഫ് മിസൈലുകൾ പോയിട്ടുള്ളത്. ബെൻഗുരിയൻ വിമാനത്താവളത്തിൻ്റെ പല ഭാഗങ്ങളും പൊളിച്ചു, അതിൻ്റെ അടുത്തുള്ള ബേസുകളൊക്കെ പൊളിച്ചു. ഈ ഇസ്രായേലിൻ്റെ കംപ്ലീറ്റ് വ്യോമ
വ്യോമപാത അടച്ചിട്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ് ഇപ്പം ഇസ്രായേൽ മുന്നോട്ട് പോകുന്നത്. അപ്പം ഇതൊക്കെയാണ് ഇന്നലെ നൈറ്റ് അല്ലെങ്കിൽ ഈ പെരുന്നാളിൻ്റെ ഈ രാവിലെ ഇത്രയും സമയങ്ങളിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ. ഏതായാലും നെതന്യാഹു വന്ന് ട്രംപ് എണ്ണം പറഞ്ഞതാണ് സത്യം, ഞങ്ങൾ ട്രംപ് പറയുന്നതിൻ്റെ അപ്പുറത്തോട്ട് ഞങ്ങൾ കേൾക്കും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഈ പറഞ്ഞ അറബ് രാജ്യങ്ങൾ, കാരണം ഇറാൻ ഒരടി ഇവിടെ അടിച്ചപ്പോഴേക്കും ഇറാൻ കംപ്ലീറ്റ് അറബ് രാജ്യങ്ങളുടെ ഓയിൽ റിഫൈനറികൾ അടിച്ചു എന്നറിയാം. അത് യൂറോപ്പിലും ബാക്കി എല്ലാ സ്ഥലത്തും ഏത് രീതിയിലാണ് ഊർജ്ജ പ്രതിസന്ധി ഉണ്ടാക്കാൻ പോകുന്നത് അറിയാം. അതുകൊണ്ട് ഇപ്പോൾ രണ്ടുപേരും ഇവന്മാരെ പറ്റിക്കാൻ, ഈ അറബികളെ പറ്റിക്കാനും ലോകത്തിൻ്റെ മറ്റാളുകളെ പറ്റിക്കാനും ഇത്തരത്തിലുള്ള പല കള്ളങ്ങൾ പറഞ്ഞിട്ടും ഞങ്ങൾ കള്ളങ്ങൾ സമ്മതിച്ചു, ഞങ്ങൾ അവരെ അറിയിച്ചിട്ടില്ല, അമേരിക്ക ഞങ്ങൾ ചെയ്ത് അറിഞ്ഞിട്ടില്ല, ഇനി ഞങ്ങൾ അവർ പറഞ്ഞത് കേട്ടോളാം എന്നുള്ള പല തക്കിടി എന്താ പറയുക കള്ളപ്പരിപാടികൾ ഇവന്മാർ പറയും. അതിലൊക്കെ വികാൻ വേണ്ടിയിട്ട് നമ്മുടെ അറബ് ലോകം റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്, ലോകം മൊത്തം അതിന് റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇപ്പോൾ യൂറോപ്യൻ യൂണിയനിലെ പല രാജ്യങ്ങളും ഞങ്ങൾ അമേരിക്കനെ സപ്പോർട്ട് ചെയ്യാം, അല്ലെങ്കിൽ അമേരിക്കയുടെ പ്രഷർ താങ്ങാൻ പറ്റാണ്ട്, അല്ലെങ്കിൽ അമേരിക്കയുടെ വിധേയപ്പെട്ട് ജീവിക്കുന്ന രാജ്യങ്ങളിൽ ഞങ്ങൾ സപ്പോർട്ട് ചെയ്തോളാം എന്നും പറഞ്ഞിട്ടുള്ള പുതിയ ന്യൂസുകളും പുറത്തോട്ട് വരുന്നുണ്ട്. ഏതാണെങ്കിലും തല പോയാലും ഒട്ടൽ തീരുന്നവരെ ഇറാൻ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കും എന്ന് പൂർണ്ണമായിട്ട് കഴിഞ്ഞ 20 ദിവസം കൊണ്ട് അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഗൾഫ് രാജ്യങ്ങൾക്കും ലോക രാജ്യങ്ങൾക്കും മനസ്സിലായിട്ടുണ്ട്.